ലാലേട്ടൻ ഹൗസ്മേറ്റ്സിനോട് പറയുന്നുണ്ട് ഇന്നൊരു അതിഥി വരുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി വെയിറ്റിംഗ് ആണ് അതിഥിക്കായിട്ട്. ലാലേട്ടൻ പറയുന്നുണ്ട് എന്തായാലും വാതിലിൻ്റെ അടുത്തോട്ട് എല്ലാവരും പോയി നിന്നോളൂ അതിഥിയെ വെൽക്കം ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാവരും മ്യൂസിക്കൊക്കെ കേട്ട് ഡാൻസൊക്കെ ചെയ്ത് നമ്മുടെ അതിഥീനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആരായിരിക്കും പുതിയ അതിഥി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഹൗസിൽ ഒത്തിരി ഗസ്റ്റുകളൊക്കെ വന്നു. നമ്മുടെ ഷിയാസ്, ശോഭ, പിന്നെ റിയാസ്, അഖിൽ, അങ്ങനെ ഒത്തിരി പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡോറിലോട്ട് തന്നെ നോക്കി എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആരായിരിക്കും പുതുതായിട്ട് നമ്മുടെ ഹൗസിൽ കയറി നമ്മുടെ ഹൗസ് മേറ്റ്സിനൊക്കെ പണി കൊടുക്കാൻ ആയിട്ട് വരുന്നത് എന്ന് അനുമോളൊക്കെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ആരായിരിക്കും എന്നൊരു പിടിയില്ല. എന്തായാലും മ്യൂസിക്കൊക്കെ വെച്ച് എല്ലാവരും ഡാൻസൊക്കെ ചെയ്ത് ചില്ലായിട്ട് നിൽക്കുന്നുണ്ട് പുതിയ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഹൗസിലോട്ട് വന്ന അതിഥി വേറെ ആരുമല്ല, നമ്മുടെ അനുമോളുടെ പ്ലാച്ചിക്കുട്ടൻ തന്നെയാണ് കേട്ടോ. അനുമോൾ പോലും ഇതറിഞ്ഞിട്ടില്ല. എന്തായാലും പ്ലാച്ചിയെ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞതിന് ശേഷം അനുമോൾ പ്ലാച്ചിയെ മറന്ന പോലെയാണ് കേട്ടോ. എന്തായാലും അനുമോൾ കണ്ട ഉടനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പ്ലാച്ചീനെ എടുത്ത് അവിടേക്കൊന്ന് എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പ്ലാച്ചീനെ. എന്തായാലും പ്ലാച്ചി വന്നിട്ടുണ്ട്. അങ്ങനെ അനുമോളുടെ ഫേസൊക്കെ ആകെ മാറി. എക്സൈറ്റഡോ അല്ലെങ്കിൽ അത്ഭുതമോ എന്താണെന്നറിയില്ല. അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഓടി ചെന്ന് പിടിക്കുന്ന ആ ഒരു രീതിയിലാണ് അനുമോൾ ഓടി വരുന്നത്. നമ്മുടെ പ്ലാച്ചിക്കുട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ പ്ലാച്ചീനെ എടുത്ത് ഉമ്മൊക്കെ വെച്ച് ഹൗസ് മേറ്റ്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, പ്ലാച്ചീനെ കണ്ടപ്പോൾ എല്ലാ ഹൗസ് മേറ്റ്സിനും വളരെ ഇഷ്ടമാണ് കേട്ടോ. അനുമോളുടെ കയ്യിൽ പണ്ട് പ്ലാച്ചിക്കുട്ടനൊക്കെ ഇരുന്ന ടൈമിൽ അധികം ആരും മൈൻഡൊന്നും ചെയ്യില്ലായിരുന്നു. ആര്യനടക്കം പ്ലാച്ചിന് ഇഷ്ടമല്ലായിരുന്നു. ഓ പാവനെ പിടിച്ച് നടക്കുന്നു, അവളുടെ ഡ്രാമയാണ് എന്നൊക്കെയാണ് ആര്യൻ പറയാറ്. എന്നാൽ ഇപ്രാവശ്യം ആര്യനൊക്കെ ഓടി വന്ന് പിടിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ബിന്നിയൊക്കെ പറയുന്നുണ്ട് പ്ലാച്ചി 2.0 ആണ് വന്നിരിക്കുന്നത് എന്നൊക്കെ. എന്തായാലും അനുമോൾ ഇത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഹൗസ് മേറ്റ്സ് എല്ലാവരും പ്ലാച്ചീനൊക്കെ എടുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആര്യനൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി ആയിട്ടോ പ്ലാച്ചി തിരിച്ചു വന്നതിൽ. ഇനി പ്ലാച്ചീനെ ആരെ എടുത്ത് കളഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗസ്റ്റായിട്ട് വന്ന ഷിയാസ് കരീമാണ് കേട്ടോ. ഷിയാസ് എവിടെ നിൻ്റെ പ്ലാച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് അനുമോളോട് ചോദിച്ച് പ്ലാച്ചീനെ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞ് കളയായിരുന്നു കേട്ടോ. കാരണം ഇനി നിൻ്റെ ഒരു പ്ലാച്ചി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എറിഞ്ഞു കളഞ്ഞത് ഷിയാസാണ്. അപ്പോൾ അന്ന് അനുമോൾ ഒത്തിരി കരഞ്ഞായിരുന്നു. ഷിയാസിനെ പിടിച്ച് തല്ലുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അന്ന് ആ ഒരു ഹോട്ടൽ ടാസ്കിൽ ഗെയിമിൽ ഗെയിമൊക്കെ മറന്ന് വന്ന ഗസ്റ്റിനൊക്കെ ഇട്ട് അടിച്ചായിരുന്നു അനുമോൾ. എന്തായാലും ഇത് ബിഗ് ബോസും ലാലേട്ടനൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ എപ്പിസോഡിൽ നമ്മുടെ പ്ലാച്ചിക്കുട്ടനെ നമ്മുടെ അനുമോൾക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷിയാസ് ഇറങ്ങിയ ടൈമിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാച്ചിയാണ് അവളുടെ ഗെയിമൊക്കെ കളയുന്നത്, അപ്പോൾ ആ പ്ലാച്ചീനെ ഞാനങ്ങെടുത്ത് കളഞ്ഞു എന്നും ഷിയാസ് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ പ്ലാച്ചിക്കുട്ടനെ തിരിച്ചു കിട്ടി. അപ്പോൾ ഇനി അനുമോൾ പ്ലാച്ചിയുമായിട്ടായിരിക്കും മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഗെയിം കളിക്കുക. എന്തായാലും പ്ലാച്ചിക്കൊരു സ്പെഷ്യൽ പ്ലേസ് തന്നെയുണ്ട് അനുമോളുടെ ലൈഫിൽ. അനുമോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓരോ ടെഡിയോ അല്ലെങ്കിൽ ഓരോ ഡോളൊക്കെ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അതൊന്നും നമുക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മളത് കളയില്ല ഒരിക്കലും. അങ്ങനെ ഒരു ഡോളായിരിക്കണം അനുമോൾക്ക്, ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡോളായിരിക്കണം നമ്മുടെ ഈ പ്ലാച്ചി എന്ന് പറയുന്നത്. എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് അനുമോൾ. അങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പ്ലാച്ചീനെ കിട്ടിയല്ലോ, അപ്പോൾ ഇനി ഞങ്ങൾക്ക് താങ്ക്സ് ഒന്നും ഇല്ലേ, താങ്ക്സൊക്കെ ഞങ്ങൾ ചോദിച്ചു വാങ്ങിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടനോട്. അപ്പോൾ അനുമോൾ താങ്ക്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് കാണാം.